ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി CBIയും. EDയുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം CBI കെജ്രിവാളിനെ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. മദ്യനയ അഴിമതി കേസിലെ മാപ്പുസാക്ഷിയുടെ കമ്പനി BJPക്ക് ഇലക്ടറൽ ബോണ്ട് വഴി കോടികൾ നൽകിയെന്ന് മന്ത്രി അതിഷി ആരോപിച്ചു. ये है मनी ट्रेल। शरद चंद्र रेड्डी की कंपनियों द्वारा दिया गया इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा। शरद चंद्र रेड्डी और अरबिंदो फार्मा का मालिक, शराब का कारोबारी, उसने 4.5 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए एक्साइज पॉलिसी के बनने के दौरान भारतीय जनता पार्टी। उसके बाद गिरफ्तार होने के बाद 55 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए भारतीय जनता पार्टी को. ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ അയച്ച സന്ദേശം ഭാര്യ സുനിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ये गिरफ्तारी मुझे अचंभित नहीं करती. आपसे मुझे बहुत प्यार मिला है. पिछले जन्म में ज़रूर मैंने बहुत पुण्य किए होंगे जो मैं भारत जैसे महान देश में पैदा हुआ. हमें मिलकर फिर से भारत को महान बनाना है, दुनिया का सबसे शक्तिशाली और नंबर 1 देश बनाना है. भारत के अंदर और बाहर ढेरों ऐसी शक्तियां हैं जो भारत को कमज़ोर कर रही हैं. ഡൽഹി ഷഹീദ് പാർക്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം തുടരാൻ അനുവദിക്കില്ലെന്നും പോരാടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഷഹീദ് പാർക്കിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനും വിവരങ്ങൾ നൽകും. ആദ്യം RK, എന്താണ് അടുത്ത് CBIയുടെ നീക്കം? അതാണല്ലോ ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. EDയുടെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് തൊട്ടു പിന്നാലെ CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യും എന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ. എന്താണ് CBIയുടെ നീക്കങ്ങൾ? പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? വിജയൻ ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഹൈ പ്രൊഫൈൽ അറസ്റ്റിനെ കുറിച്ച് ED സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഒരു വലിയ വാർത്തയായിരുന്നു. ഈ ഹൈ പ്രൊഫൈൽ അറസ്റ്റ് ഏതാണ് എന്നത് ആ ഘട്ടത്തിലൊക്കെ വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നതാണ്. മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടായിരുന്നു അന്ന് CBI ഈ നിലപാട് വ്യക്തമാക്കിയത്. 9 മാസത്തിന് ഉള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി വിചാരണ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്ന് വ്യക്തമാക്കിയായിരുന്നു CBI ഇക്കാര്യം പറഞ്ഞത്. അതോടുകൂടിയാണ് മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഹൈ പ്രൊഫൈൽ അറസ്റ്റ് എന്ന് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിൻ്റെതായിരുന്നു എന്നുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടുള്ള നടപടികൾ CBI ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ED അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഹാജരാക്കുമ്പോൾ കോടതി അറിയിച്ചുകൊണ്ട് ആകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. ED കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ CBI ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ. ഈ കേസിൽ CBI അന്വേഷിക്കുന്നത് അഴിമതി ആരോപണമാണ്. സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നയം മാറ്റി, മദ്യനയം മാറ്റി എന്നുള്ളതും സർക്കാരിന് അതുവഴി വലിയ നഷ്ടമുണ്ടാക്കി എന്നുള്ളതും കോഴ കൈപ്പറ്റി എന്നും ഉള്ള ആക്ഷേപങ്ങളാണ് CBI ഈ അഴിമതി കേസിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. ഇത് ഒരുപക്ഷെ ED കേസിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായിട്ട് അരവിന്ദ് കെജ്രിവാളിന് മേൽ പതിക്കുന്ന വിധത്തിലാണ് CBIയുടെ ആരോപണങ്ങൾ ഉള്ളത്. വിജയൻ. യെസ്, മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ പറഞ്ഞത്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെയായിരുന്നു ഏജൻസികൾ ഉദ്ദേശിച്ചത് എന്നത് പിന്നീടാണ് വ്യക്തമാവുകയും ചെയ്തത്. ഷഹീദ് പാർക്കിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അവിടെ പാർക്കിൽ പ്രതിഷേധിച്ചവരെ ഇപ്പോൾ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കി. അവർ പുറത്ത് റോഡ് ഉപരോധിക്കുകയായിരുന്നുവല്ലോ. ഒരു കാര്യം കൂടി ഉള്ളത് ബൽറാം, ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ എത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൻ്റെ സൂചനയായി ഈ നീക്കത്തെ കാണാമോ? വിജയകുമാർ, ഷഹീദ് പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ കെജ്രിവാളിന്റെ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഇന്ന് ആം ആദ്മി പാർട്ടി പ്രതിഷേധം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ രക്തസാക്ഷികളുടെ പാർക്കായ ഷഹീദ് പാർക്ക്
തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാം എന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളെയും അവഗണിച്ചുകൊണ്ട് 100 കണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഡൽഹിയിലെ 2 മന്ത്രിമാർ ആദിത്യയും കൈലാഷ് ഗെഹ്ലോട്ടുമാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം എത്തി പുഷ്പാർച്ചന നടത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെ ഈ പാർക്കിനകത്തുള്ള പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞുപോയി. എന്നാൽ പുറത്ത് ഇറങ്ങിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗമാണ് റോഡ് ഉപരോധിച്ച് വീണ്ടും പ്രതിഷേധിച്ചത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. എല്ലാ സന്നാഹങ്ങളോടെയാണ് ഈ ഡൽഹി പോലീസ് ഈ പ്രതിഷേധത്തെ നേരിടാൻ തയ്യാറായത്. പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിനായുള്ള വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഈ വാഹനങ്ങളിൽ പ്രവർത്തകരെ കൊണ്ടുപോയി ഇപ്പോൾ ഗതാഗതം ഈ മേഖലയിൽ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ച മറ്റൊരു ചോദ്യം എന്നുള്ളത് സുനിത കെജ്രിവാൾ 2 ദിവസമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സജീവമാകുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഏതാണ്ട് 1 വർഷമായി ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ആ ഘട്ടത്തിൽ കെജ്രിവാൾ അറസ്റ്റിലാവുകയാണെങ്കിൽ ആര് പകരം എന്ന ചോദ്യം പലതവണ ഉയർന്നു വന്നിരുന്നു. പാർട്ടിയുടെ ഉന്നത വേദികളിലത് ചർച്ചയായിരുന്നു. ഒടുവിൽ അഭ്യൂഹങ്ങളിലൂടെ ഉയർന്നു കേട്ട ഒരു പേരാണ് കെജ്രിവാളിന്റെ ഭാര്യ തന്നെ മുഖ്യമന്ത്രിയായി ഡൽഹി ഭരിക്കും എന്നുള്ളത്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആം ആദ്മി പാർട്ടി അക്കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിരുന്നില്ല. നേരത്തെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ റാബ്രി ദേവി മുഖ്യമന്ത്രിയായിരുന്ന സമാനമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമോ എന്ന സന്ദേഹം നിലനിന്നിരുന്നു. എന്നാൽ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ അടക്കമുള്ളവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കെജ്രിവാൾ ജയിലിൽ ഇരുന്ന് തന്നെ ഡൽഹി ഭരിക്കും എന്നുള്ളതാണ്. തുടർന്ന് കെജ്രിവാൾ അടക്കം ഇന്നലെ കോടതിയിൽ ഹാജരാക്കി മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും താൻ രാജിവെക്കില്ല, താൻ തന്നെ ജയിലിലിരുന്ന ഡൽഹി ഭരിക്കും എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഉടനൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് പതിയെ കെജ്രിവാളിന്റെ ഭാര്യയും എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് തുടർച്ചയായി പൊതു മധ്യത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് കെജ്രിവാൾ ഭാര്യയെയും മകളെയും പ്രചരണത്തിനായി രംഗത്ത് ഇറക്കിയിരുന്നു. അവർ കെജ്രിവാളിന് വേണ്ടിയും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ മറ്റ് നേതാക്കൾക്ക് വേണ്ടിയും വോട്ട് ചോദിച്ച് സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങിയിരുന്നു. ഇവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് അത് ആ ഘട്ടത്തിൽ വിരൽ ചൂണ്ടിയത്. പുതിയ ഒരു പശ്ചാത്തലത്തിൽ കെജ്രിവാൾ അറസ്റ്റിലായ ഒരു പശ്ചാത്തലത്തിൽ സുനിത കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത് ആം ആദ്മി പാർട്ടി തന്നെയാണ് അക്കാര്യത്തിൽ ഉചിതമായ മറുപടി നൽകേണ്ടത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് അയച്ച സന്ദേശം ഭാര്യ സുനിത കെജ്രിവാളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത്. അവരുടെ രാഷ്ട്രീയ പ്രവേശത്തിന്റെ സൂചന കൂടിയാണോ ഈ നീക്കങ്ങളെന്ന് അറിയില്ല. അത്തരം സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഷഹീദ് പാർക്കിൽ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയും ആർ രാധാകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ വിരണ്ടോടിയ പോത്ത് കടലിൽ ചാടി. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോത്തിനെ പിടികൂടി കരയിലെത്തിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. മനീഷ്, വലിയ അപകടങ്ങൾ പണ്ട് ഇത്തരം സംഭവങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഈ പോത്ത് അക്രമകാരികളാവുകയും നാട്ടുകാരെ ആക്രമിക്കുകയും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അമ്പലപ്പുഴയിൽ സംഭവിച്ചത്? വിജയകുമാർ, അമ്പലപ്പുഴയിൽ സംഭവിച്ചത് നിത്യേന ഇവിടെ ഈ അറിവ് ചെയ്യാൻ വേണ്ടി പോത്തിനെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ ഇറച്ചിക്കടയിലേക്കാണ് അറിവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോത്തുകളെ കൊണ്ടുവന്നത്. അതിലൊരു പോത്താണ് ലോറിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വിരണ്ടോടി ദേശീയപാതയിൽ അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ നിന്നും കാക്കാട് ഏകദേശം ദേശീയപാതയിൽ കൂടി തന്നെ 3 കിലോമീറ്റർ ഈ പോത്തോടി. പോത്തിൻ്റെ പിന്നാലെ ആളുകളും ഓടി.
പിന്നീട് ഈ പോത്ത് ദേശീയപാതയിൽ നിന്നും പടിഞ്ഞോട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം കടൽ തീരത്തേക്ക് ഓടി. കടൽ തീരത്തെത്തിയതോടുകൂടി പിന്നീട് കടലാണെന്ന് മനസ്സിലായി. പിന്നീട് പോത്തിൻ്റെ പിന്നാലെ ആളുകളാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഈ പോത്ത് കടലിലേക്ക് ചാടുകയായിരുന്നു. കടലിൽ ചാടി നീന്തി പിന്നാലെ ഈ പോത്തിൻ്റെ പുറകെ വന്ന ആളുകളും നാട്ടുകാരും ചേർന്ന് ഏകദേശം 1 മണിക്കൂറോളം ഈ പോത്തിനെ കരയ്ക്കെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ നീന്തി അടുത്തെത്തുമ്പോഴും പോത്ത് തിരിച്ച് കരയിലേക്ക് എത്താൻ വരാൻ തയ്യാറാകുന്ന രീതിയിലായിരുന്നു. പിന്നീട് 2 പൊന്തുവള്ളക്കാരാണ് വളരെ തന്ത്രപൂർവ്വം ഈ കടലിലേക്ക് ഇറങ്ങി തന്ത്രപൂർവ്വം അതിൻ്റെ മൂക്കിൽ കയർക്കുരുക്കിലിട്ട് ശേഷം കരയ്ക്ക് എത്തിച്ചത്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറുകൾ 2-2.5 മണിക്കൂറുകളോളം ഇന്നലെ ഈ പോത്തിൻ്റെ പിന്നാലെ ആളുകൾ ഓടി കടലിൽ ചാടി പൊന്തുവള്ളക്കാരെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് വീണ്ടും ഈ പോത്തിനെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചത്. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 6 കോൺഗ്രസ് വിമതരും 3 സ്വതന്ത്രരും BJP-യിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇവരുടെ BJP പ്രവേശം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ 6 പേരും അവരവരുടെ മണ്ഡലങ്ങളിൽ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചോ? എന്തൊക്കെയാണ് ഹിമാചലിലെ രാഷ്ട്രീയ നീക്കങ്ങൾ? സർക്കാരിന് എന്തെങ്കിലും ഭീഷണി പുതുതായി ഉണ്ടോ ഇവരുടെ BJP പ്രവേശത്തോടെ? വിജയകുമാർ, ജൂൺ 1-നാണ് ഈ 6 ഇടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ 6 ഇടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും സർക്കാർ താഴെ വീഴും. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ കൈപ്പിടിയിലുള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അതുകൂടി താഴെ വീണാൽ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിമതരെ ഒപ്പം നിർത്താൻ നടത്തിയെങ്കിൽ പോലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജയറാം താക്കൂർ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വിമതരുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ BJP-യിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJP-യിലേക്ക് അംഗത്വം എടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ 6 വിമതരും അതോടൊപ്പം തന്നെ സ്വതന്ത്ര മുൻ MLA-മാരും എല്ലാം തന്നെ ഇന്ന് BJP-യിലേക്ക് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ഈ ജൂൺ 1 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാകും കോൺഗ്രസിന്റെ ഹിമാചൽ സർക്കാരിന്റെ ഭാവി നിശ്ചയിക്കുക. തിരിച്ചടി ഉണ്ടായ സ്വാഭാവികമായിട്ടും സർക്കാർ താഴെ വീഴുന്നൊരു അംഗസംഖ്യയിലേക്ക് ആകും പോവുക. BJP-ക്ക് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ എന്തായാലും സുഖു സർക്കാർ താഴെ ഇറങ്ങേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി വേഗത്തിൽ തന്നെ ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തും നടത്തിയിരുന്നു. ഇപ്പോഴും അത്തരം ചർച്ചകൾ ഈ അവസാന നിമിഷം നടന്നു വരുന്നെന്ന് മനസ്സിലാക്കുന്നു. കാരണം വിമതർ എപ്പോഴും ഹിമാചൽ രാഷ്ട്രീയത്തിൽ വലിയ ഭീഷണി തന്നെയാണ് ഉയർത്താറ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടി ഉണ്ടായത് BJP-യിലെ വിമതർ തന്നെയായിരുന്നു. അതിനുശേഷം വിമതർ പിടിച്ച വോട്ടുകൾ തന്നെയാണ് BJP-യെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായത്. സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു രാഷ്ട്രീയ നാടകം ഹിമാചലിൽ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ വിമതരുമായി വിക്രമാദിത്യ സിംഗ് ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നുവല്ലോ. അവരെ തിരികെ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്? ഇപ്പോൾ വിക്രമാദിത്യ സിംഗിനെതിരെ കൂടി ഇതിലെ ചില വിമത MLA-മാർ നിലപാടെടുത്തു എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അപ്പോൾ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, വിക്രമാദിത്യ സിംഗുമായി ഈ വിമതർ കലഹിച്ചു എന്നാണോ കരുതേണ്ടതോ? വിജയകുമാർ, എന്തായാലും ഇപ്പോൾ അയോഗ്യരായ MLA-മാർ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് BJP-യിൽ ചേരുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഹിമാചലിൽ നടക്കാനിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ നിരീക്ഷകർ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള സംഘം ഹിമാചലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം വിക്രമാദിത്യ സിംഗ് പോലും ഒരു ഘട്ടത്തിൽ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ആ ചർച്ചയിൽ ഒടുവിലാണ് വിക്രമാദിത്യ സിംഗിനെ അനുനയിപ്പിച്ചത്. അപ്പോഴും വിക്രമാദിത്യ സിംഗും ക്യാമ്പും വിമതർക്കൊപ്പം തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, പ്രതിഭാ സിംഗ് ഉൾപ്പെടെ പരസ്യമായി തന്നെ വിമതരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി വിക്രമാദിത്യ സിംഗ് പഞ്ച്കുളിലെത്തി ഈ വിമതരെ നേരിട്ട് കണ്ടിട്ട് പോലും വിമതർ തങ്ങൾക്ക് കോൺഗ്രസിലേക്ക് ഇനി ഒപ്പം പോകാൻ സാധിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പ്രധാനമായും സുഖ്വിന്ദർ സിംഗ് സുഖുമായുള്ള തർക്കം തന്നെയാണ് അതിലേറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. അതിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തർക്കങ്ങൾ അതെല്ലാം തന്നെ തങ്ങളെ അപമാനിക്കുന്ന നിലയിലേക്ക് വരെ സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ പെരുമാറ്റം ഉണ്ടായെന്ന് ഒരു പരാതി തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം നൽകിയിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുക്കുകയും BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 6 മുൻ കോൺഗ്രസ് MLA-മാർ ഇപ്പോൾ BJP-യിലേക്ക് ചേർന്നിരിക്കുകയാണ്.
ഇവർ BJP ടിക്കറ്റിൽ തന്നെ ഈ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ തന്നെയാകും സ്ഥാനാർത്ഥി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഹിമാചലിൽ നടന്നിരുന്നു. ധരംശാല, ലഹോൾ സ്പിറ്റി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP ആസ്ഥാനത്ത് എത്തിച്ച് തന്നെ ഹിമാചലിലെ ഈ മുൻ കോൺഗ്രസ് MLA-മാരെ ഇപ്പോൾ പാർട്ടി അംഗത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണമായി BJP ഹിമാചലിൽ കളം പിടിക്കും. കോൺഗ്രസും സമാനമായി തന്നെ ഭരണം നിലനിർത്താനുള്ള ഈ ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇതിനെ കണക്കാക്കിയുള്ള ഒരു പ്രചരണമാകും ഹിമാചലിൽ നടത്തുക. വിജയകുമാർ. യെസ്, കോൺഗ്രസ് അയോഗ്യരാക്കിയ 6 വിമത MLA-മാരും 3 സ്വതന്ത്രരും അങ്ങനെ 9 പേരാണ് BJP-യിലേക്ക് വരുന്നത്. ഹിമാചലിലെ സർക്കാരിന്, കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയാണ് ഈ നീക്കം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇവർ BJP അംഗത്വം എടുക്കുന്നു. അവർ BJP ടിക്കറ്റിൽ വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. LDF കൺവീനർ EP ജയരാജൻ BJPക്ക് വേണ്ടി PR ജോലി ചെയ്യുകയാണെന്ന് KC വേണുഗോപാൽ. കേരളത്തിൽ LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. LDF-ഉം BJP-യും തമ്മിലാണെന്ന് പറഞ്ഞാൽ അതൊരു BJP-ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്കല്ലേ? BJP-ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ? അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും കണ്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് BJP അല്ലേ പറയേണ്ടത്? LDF കൺവീനറാണോ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടത്? എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ നാവികസേന പിടികൂടിയ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ മുംബൈയിൽ എത്തിച്ചു. ചരക്ക് കപ്പൽ തട്ടിയെടുത്ത 35 കടൽ കൊള്ളക്കാരെയാണ് മുംബൈയിൽ എത്തിച്ച ശേഷം പോലീസിന് കൈമാറിയത്. INS കൊൽക്കത്തയുടെ നേതൃത്വത്തിൽ 40 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലാണ് കപ്പൽ മോചിപ്പിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, വലിയ ഒരു ഓപ്പറേഷൻ, ഏതാണ്ട് 40 മണിക്കൂർ കടലിലെ വലിയ ദൗത്യം, അതിനുശേഷം തിരികെ രാജ്യത്തേക്ക് എത്തുന്നു. എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ? കടൽ കൊള്ളക്കാരെ പോലീസിന് കൈമാറുന്നു, അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ മുംബൈയിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് INS കൊൽക്കത്ത മുംബൈയിലേക്ക് എത്തിയത്. മുംബൈ തീരത്ത് അവരെ ഇറക്കി. അതിനുശേഷം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായിരുന്നു. അത് പൂർത്തിയാക്കി പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വൈദ്യ പരിശോധന അടക്കമുള്ളത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം യെല്ലോ ഗേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവരും. അതിനുശേഷം മറ്റ് നിയമപരമായ നടപടികളിലേക്ക് പോലീസ് കടക്കും. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഇതിൽ വരിക. അതുമായി ബന്ധപ്പെട്ടാണ് കുറ്റപത്രമടക്കം ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ കടൽ കൊള്ളക്കാരെ പിടികൂടുന്നത്. ഏതാണ്ട് 40 മണിക്കൂറോളം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് MV റൂവൻ എന്ന കപ്പലിൽ നിന്ന് ഈ കടൽ കൊള്ളക്കാരെ പിടികൂടുന്നതും കപ്പൽ മോചിപ്പിക്കുന്നതും. പിന്നീട് ഇപ്പോൾ കപ്പൽ ഒമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലെ ജീവനക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണ്. അവർക്കൊപ്പം INS സുഭദ്ര എന്നൊരു പെട്രോളിംഗ് വെസൽ കൂടി പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ചെറുക്കാനും മുന്നറിയിപ്പ് നൽകാനും ഒക്കെ വേണ്ടിയാണ് ആ കപ്പലിലെ കൂടി സുരക്ഷയ്ക്കായി ഇതിനോടൊപ്പം അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ് സൊമാലിയൻ തീരത്ത്, അതായത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 2600 കിലോമീറ്റർ അകലെ വെച്ച് കപ്പൽ സൊമാലിയൻ കൊള്ളക്കാർ പിടിച്ചെടുക്കുന്നത്. അവരെ പിന്നീട് മോചിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടന്നു. ഏതാണ്ട് 1 മാസത്തോളം എടുത്തു ഈ മോചനം പൂർത്തിയാവാൻ വേണ്ടി. ഒരു ശ്രമവും ഫലം കാണാതെ വന്നതോടെയാണ് ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങിയത്. INS കൊൽക്കത്ത, INS സുഭദ്ര, ഒപ്പം തന്നെ C-17 എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ, അങ്ങനെ ആളില്ല ഡ്രോൺ അടക്കം രംഗത്തിറക്കി. ഡ്രോണുകൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും ഇവർ വെടിയുതിർത്ത് കൊള്ളക്കാർ. അതിനുശേഷം നടത്തിയ ചെറുത്തുനിൽപ്പിനൊടുവിലാണ് കടൽ കൊള്ളക്കാരെ പിടികൂടാനായതും ഇപ്പോൾ നമ്മുടെ തീരത്തേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞതും. വിജയകുമാർ. ശ്രീനാഥ്, ഈ INS കൊൽക്കത്തയുടെ നേതൃത്വത്തിൽ 40 മണിക്കൂർ ഉൾക്കടലിൽ നടന്ന ഒരു പോരാട്ടം, അതിനുശേഷമാണ് ഈ കപ്പൽ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. നാവികസേന അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും പങ്കുവച്ചിട്ടുണ്ടോ? ഒരു സമീപകാലത്തൊന്നും ഇത്രയും കടുത്ത, ഇത്രയും ദീർഘമേറിയ ഒരു ഓപ്പറേഷൻ, അതും ഒരു യുദ്ധകാലമല്ലാത്ത സമയത്ത് നാവികസേന അതിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ മറ്റു വിവരങ്ങൾ നാവികസേന ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ?
ഉണ്ട് വിജയകുമാർ. രാവിലെ ഏതാണ്ട് 10:30 നാവികസേന തലവൻ ആർ ഹരികുമാറിന്റെ വാർത്താ സമ്മേളനം ദില്ലിയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിനിടെ ഇത്രയധികം കടൽ കൊള്ളക്കാരെ ഒരുമിച്ച് പിടികൂടുന്ന മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. 35 പേരെ ഒരുമിച്ച് പിടികൂടുക എന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു വലിയ നേട്ടം സ്വന്തമാക്കി രാജ്യം ലോകത്തിന്റെ മാരിടൈം സെക്യൂരിറ്റി രംഗത്ത്, സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട രംഗത്ത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ മുന്നോട്ട് രാജ്യം കുതിക്കുന്നു എന്നതിന്റെ കൂടി സൂചനയാണ്. 2011 കാലഘട്ടത്തിലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ശല്യം വളരെയധികം കൂടിയത്. പിന്നീട് കുറെ കൊല്ലങ്ങളെ ആ കണക്കുകൾ, കൊള്ളക്കാരുടെ ആക്രമണങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ സമീപകാലത്ത് അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണവും കടൽ കൊള്ളക്കാരുടെ ആക്രമണവും ഒക്കെ കൂടി വരുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് ഇന്ത്യൻ നാവികസേന ഒരു പ്രത്യേക ഓപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ INS കൊൽക്കത്ത അടക്കമുള്ള കപ്പലുകളെ തീരസുരക്ഷയ്ക്കായി, സമുദ്രത്തിലെ കപ്പലുകളുടെ സുരക്ഷ പ്രത്യേകമായി തന്നെ എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി വിന്യസിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ INS കൊൽക്കത്ത MV റൂബൻ എന്ന കപ്പലിനെ മോചിപ്പിക്കുന്നത്. അങ്ങനെ സമീപകാലത്ത് ഇന്ത്യൻ നാവികസേന മാരിടൈം സെക്യൂരിറ്റി രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ അത് എത്രത്തോളം INS കൊൽക്കത്തയുടെ നേതൃത്വത്തിൽ 40 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഒടുവിലായിരുന്നു ആ കപ്പൽ മോചിപ്പിച്ചത്. അതിനുശേഷമാണ് അവർ തിരികെ എത്തിയത്. പോലീസിന് ആ കടൽ കൊള്ളക്കാരെ കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ വേഗത്തിൽ ഇനി മുന്നോട്ട് പോവുകയും ചെയ്യും. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു.